ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 5-day നേഷൻ ടൂർ, അതിനകത്ത് നോർവേയിൽ സംഭവിച്ചത്, അതായത് മനസ്സിലാക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റേച്ചർ, അതേപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള ഇമേജ്, എങ്ങനെയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് സീനിയർ ഓഫീഷ്യൽസ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. മനസ്സിലാക്കുക, ഒരു ഗ്ലോബൽ എംബാരസ്മെൻ്റ് ഉണ്ടായി. ഗ്ലോബൽ കാരണം ഇന്ത്യയിലെ ഗോധി മീഡിയ അതിനെ മറ്റൊരു രീതിയിൽ അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോഴും ഉണ്ടായിരിക്കുന്നത് വലിയ നാണക്കേടാണ്. ചെറിയ നാണക്കേടല്ല, വലിയ നാണക്കേടാണ്. അപ്പം നമ്മൾ ചോദിക്കാം, ഇന്ത്യയും നോർവേയുമായിട്ട് നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയിൽ പോയത്, അതായത് തെണ്ടാനാ പോയത്, അതായത് കടം മേടിക്കാനാണ് പോയത് അഡാനിക്ക് വേണ്ടി. കാരണം ഇന്ത്യയിൽ അഡാനിക്ക് എക്സ്പാൻഷനും മറ്റുള്ള പരിപാടികളും പോർട്ടും എയർപോർട്ടും മറ്റുള്ള എക്സ്പാൻഷൻ നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഫോറിൻ കറൻസി ആവശ്യമുണ്ട്. നോർവേ ഇഷ്ടം പോലെ ക്രൂഡിൻ്റെ, അതായത് ഓയിലിൻ്റെ റിച്ചായിട്ടുള്ള ഓയിൽ നേഷനാണ്. അവരിൽ റിസർവ് ഉണ്ട്. അതായത് നേരത്തെ അഡാനി അമേരിക്കയിൽ പോയി കടം മേടിച്ച പോലെ നോർവേയിൽ നിന്നും കടം മേടിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റാണ് കൊളാറ്ററലായിട്ട് സെക്യൂരിറ്റി നിൽക്കുന്നത്. ഇത്ര പെർസെൻറ്റേജ് പലിശയ്ക്കാണ് നോർവേയിൽ നിന്നും പണം വാങ്ങാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയത്. നോർമലായിട്ട് അവിടെ നോർവീജിയൻ പ്രൈം മിനിസ്റ്ററും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെ പ്രസ്സിൻ്റെ മുമ്പിൽ വന്നു. അവർ പ്രസംഗിച്ചു, ഇന്ത്യൻ കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയ്ക്ക് നോർവേയിലെ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, ഒരു ഫ്രീ പ്രസ്സിൽ നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചു. കാരണം അവിടെ പറയുന്നു, പോകുന്നു, ഇതാണ് സംഭവിച്ചത്. ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇതേപോലെ ജോയിൻ്റ് ആയിട്ടുള്ള പത്രസമ്മേളനം നടത്തരുത്, ജോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തരുത്. പക്ഷേ നടത്തി, അവിടെ ചോദ്യമുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി സൈലൻ്റ് ആയിട്ട് പോകുന്നതാണ് പിന്നെ കണ്ടത്. അതവിടെ നിൽക്കട്ടെ. പിന്നീട് മനസ്സിലാക്കുക, പത്രസമ്മേളനം എന്ന് പറയുന്നത്, അതായത് ഇൻവൈറ്റ് ചെയ്യുകയാണ് ജേർണലിസ്റ്റുകളെ. അതേപോലെ ഇന്ത്യൻ എൻവോയ്സ്, അതായത് പാലാക്കാരൻ, പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ മകൻ സിബി ജോർജ്, അദ്ദേഹമാണ് സീനിയർ ഇന്ത്യൻ എൻവോയ്, അംബാസഡറോ വളരെ സീനിയർ ആയിട്ട് തലത്തിലുള്ള IFS ഓഫീസറാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സീനിയർ ഓഫീസറാണ്. അദ്ദേഹമുണ്ട്, ജയ്സ്വാൾ ഉണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, ഇന്ത്യൻ MEA സ്പോക്സ് പേഴ്സൺ ഉണ്ട്. ഇവരെല്ലാം കൂടി ഇരുന്ന സമയത്ത് ഒരു ചോദ്യങ്ങളുണ്ടായി. കാരണം മനസ്സിലാക്കുക, പത്രസമ്മേളനം എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്യുന്ന ജേർണലിസ്റ്റുകളുടെ മുമ്പിൽ ആദ്യം ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കും. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് ഇപ്പോൾ ഇന്ത്യ നോർവ റിലേഷൻഷിപ്പിനെ പറ്റിയും ബൈലാറ്ററൽ ടോക്സിനെ പറ്റിയും ട്രേഡിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് പത്രക്കാർക്ക് സമയം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം. ആ സിബിച്ചൻ ജോർജ് പറഞ്ഞ വായി നോക്കി പറഞ്ഞ തെറ്റാണ്, ഒന്നില്ലേ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. തെറ്റാണ്, കാരണം ഗ്ലോബലായിട്ട് എംബാരസ് ചെയ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാനാണ് ഇൻവൈറ്റ് ചെയ്തത്, ഞാനാണ് പത്രസമ്മേളനം നടത്തുന്നത്. താൻ പത്രസമ്മേളനം നടത്തുവാണെങ്കിൽ അവിടെ ചോദ്യങ്ങളും ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ പുല്ല് നടത്തരുത്, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി കൊടുക്കുക മീഡിയയ്ക്ക്, ഇതാണ് ഉണ്ടായത്. പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ദ ആൻസർ. അവിടെ ഉണ്ടായ സംഭവം എന്തുവാ? ഒരു ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം $1 മില്യൺ ചോദ്യമാണ്. ഇതേ ചോദ്യമാണ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും വെസ്റ്റേൺ ഡിപ്ലോമാറ്റ്സും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് ചോദിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഈ ചോദ്യം ചോദിക്കുന്നല്ലോ ഇന്ത്യക്കാരോട്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയാണ് RSS അമേരിക്കയിൽ പോയി കാല് പിടിക്കുന്നത്. എന്താണ് ചോദ്യത്തിന് പ്രസക്തി? ഇന്ത്യയിലുള്ള പ്രസ് ഫ്രീഡം ഇല്ല. ഇന്ത്യയിൽ മൈനോറിറ്റിയും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങൾക്കെങ്ങനെ വിശ്വഗുരു എന്ന് പറയാൻ സാധിക്കും? നിങ്ങൾക്കെങ്ങനെ ഒരു ഗ്ലോബൽ പ്ലെയർ എന്ന് പറയാൻ സാധിക്കും? നിങ്ങൾക്കെങ്ങനെ ഗ്ലോബൽ ഏറ്റവും വലിയ എക്കോണമി എന്ന് പറയാൻ സാധിക്കും? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതാണ് പറഞ്ഞ $1 മില്യൺ ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും?
അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും വെസ്റ്റേൺ ഡിപ്ലോമാറ്റ്സും ചോദിക്കുന്ന ചോദ്യം, ഒരു നോർവീജിയൻ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ്, അവരൊരു ജൂനിയർ ആയിട്ടുള്ള ഈ പറയുന്ന യൂട്യൂബറും ഒന്നും അല്ല, അവരൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആണ്. നോർവീജിയൻ പത്രത്തിന് അമേരിക്കൻ വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് ആയിരുന്നു. നോർവേയിൽ അറിയപ്പെടുന്ന ആന്റി ട്രംപ് ആണ് അവര്. ഈ ട്രംപിനെ പിടിക്കാനും പറ്റത്തില്ല. നോർവീജിയൻ ഗവൺമെന്റിനെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റാണ്. ഇവിടുത്തെ പോലെ ഗോതി മീഡിയയല്ല. ചോദ്യങ്ങൾ ഉണ്ടാകും. അതിന് സിബി ജോർജ് പറഞ്ഞ കിഴങ്ങൻ, സത്യം പറഞ്ഞൊരു മലയാളിയാന്ന് പറയാൻ പോലും അഭിമാനം തോന്നിയിരുന്നു. അത് കേട്ടപ്പോഴേ തോന്നി വെറും മരമണ്ടൻ പൊട്ടൻ. ഒരു കാരണവശാലും ഇങ്ങനല്ല ഉത്തരം കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കണം. അതിന് കോവിഡ്, 5000 വർഷം സിവിലൈസേഷൻ, ഗാന്ധിജിയുടെ ഈ പുല്ലൊന്നുമല്ല ചോദിച്ചത്. എങ്ങനെ ഇന്ത്യ ഞങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും? ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ ഇവിടെ തെണ്ടാനല്ലേ വന്നേ? നിങ്ങളിവിടെ പണം കടം മേടിക്കാനല്ലേ, അദാനിക്ക് വേണ്ടി പണം കടം മേടിക്കാനല്ലേ വന്നേ? എങ്ങനെ ഞങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും? ആ ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അല്ലാതെ മറിഞ്ഞും മാറിയും ഗോതി മീഡിയയുടെ വെള്ളപൂശലല്ല. അതിന് ആൻസർ കൊടുക്കണം. എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യും? എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? മോദി ഗവൺമെന്റിന് എന്തുകൊണ്ട് ഗ്ലോബലി ട്രസ്റ്റ് ചെയ്യണം? ഈ ചോദ്യം പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം കൊടുക്കുവാൻ ഇന്ത്യൻ മീഡിയ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും സാക്ഷാൽ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല. ഇത് സത്യമായ സംഭവമാണ്. ഈ ചോദ്യം നോർവീജിയൻ ജേർണലിസ്റ്റ് ചോദിച്ചു. അതായത് ഗ്ലോബൽ എംബാരസ്മെന്റ്. ഇയാൾ പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കണം. അതേപോലെ ജയ്സ്വാൾ എന്ന് പറയും MEA സ്പോക്സ്പേഴ്സൺ, അനന്തർ ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണോ പറയേണ്ടത്? പിന്നെന്തിനാ വിളിച്ചു വരുത്തിയത്? നേരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടങ്ങ് കൊടുത്താൽ മതി. സംഭവം സിമ്പിള്. അപ്പൊ അവിടെ വന്ന് പ്രസ് ബ്രീഫിനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ചോദ്യം ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. നോൺസെൻസ് ആൻസർ കൊടുക്കുന്നു. നാണക്കേടാ ഇത്. ബേസിക്കലി നാണം കെട്ടുപോയി. ഇപ്പൊ ഇതല്ല ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 25, 30, 40 വർഷം നെഹ്റുവിന് ശേഷം ഇങ്ങോട്ട് എടുക്കുക, ഇന്ന് വരെ ലോകത്ത് ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, ഇന്ത്യൻ ഡെലിഗേറ്റ്സിനോടും, ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനോട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഈ ചോദ്യം എന്താ മോദിയുടെ സമയത്ത് ഇത് കയറി വന്നത്? കാരണം ഇന്ത്യയിൽ ഉണ്ടാകുന്ന മൈനോറിറ്റി അറ്റാക്ക്, ഇന്ത്യയിൽ പ്രസ് ഫ്രീഡം ഇല്ല, ഇന്ത്യയിൽ ബുൾഡോസ് ചെയ്യുന്നു. ഈ പറയുന്ന മൈനോറിറ്റി വീടുകളെല്ലാം ബുൾഡോസർ കൊണ്ട് ഇടിച്ച് ഊരക്കളയുന്നു. ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ഹ്യൂമനിറ്റേറിയൻ വാല്യൂ ഉണ്ട്. ലോകം മുഴുവൻ ഇന്ത്യയെ നിരീക്ഷിക്കുന്ന പണ്ട് ഗ്രോത്തിലായിരുന്നു. ഇന്ന് ഇന്ത്യ ലോകം മുഴുവനും കാണുന്നത് ആൻറ്റിയാണ്. കാരണം എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. കാരണം മുഴുവനും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ ചോദ്യം ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ ചോദിക്കുന്നുണ്ട്. പല ഇന്ത്യക്കാരോടും ചോദിക്കുന്നില്ല. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തോരെ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ എന്തോരെ ഞങ്ങളുടെ രാജ്യത്തോട്ട് വരുന്നത്? ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? പ്രസക്തിയുണ്ട്. ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനാണ്. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അത് കൊടുക്കാൻ പോലും തയ്യാറല്ല. അതാണ് ഏറ്റവും എംബാരസിങ് സിറ്റുവേഷൻ. ഈ സിബി ജോർജ് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. സത്യം പറഞ്ഞാൽ അയാളെപ്പോലൊരു സ്റ്റേച്ചറുള്ള ഒരാൾ ചിന്തിക്കണം. ഇതേപോലെയുള്ള ചോദ്യം ഉണ്ടാകും. 5000 വർഷവും കോവിഡും കോപ്പും ഒന്നുമല്ല പറയേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അതായത് എനിക്ക് സംശയമുണ്ട്, ഇയാളെ പ്രോപ്പർ ചാനലിൽ കൂടാണോ IFS എഴുതിയത്. കാരണം IFSൻ്റെ, IASൻ്റെ, IPSൻ്റെ അതൊക്കെ ഈ പ്രിലിം കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെ അകത്ത് ഓരോ ചോദ്യങ്ങളും ഡിബേറ്റും പരിപാടിയും ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇത്രയും എക്സ്പീരിയൻസ് നോർമലായിട്ട് പ്രതീക്ഷിക്കണം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെതിരെ ഇപ്പോഴത്തെ, അതായത് കഴിഞ്ഞ 3-4 വർഷം ഇതേപോലെയുള്ള ചോദ്യം ഉണ്ടാകും. അതിന് ഉത്തരം കൊടുക്കാൻ തയ്യാറാകണം. അതാണ് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞത്. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇന്ത്യയിൽ മുഴുവനും ക്രിസ്ത്യാനികളെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുക, പള്ളികൾ പൊളിക്കുന്നു, സംഘപരിവാർ കയറി മേയുന്നു, ഒന്നുമല്ലാത്തവരെ പിടിച്ച് ജയിലിലിടുന്നു. എങ്ങനെ വിശ്വസിക്കും? അതിനുത്തരം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പ്രോപ്പറായിട്ട് മോദിക്ക് ഇനി ഫർദർ മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെയാണ് ബേസിക്കലി ഇന്ത്യ
തടയപ്പെട്ടിരിക്കുന്നത്, വിശ്വഗുരു തടയപ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് ചോദ്യം. ഇതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്.